Hello everyone. ഇപ്പോൾ PG കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ +2 കഴിഞ്ഞവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അതിൽ വന്നിട്ടുള്ള ഒഴിവുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ മുതൽ അക്കൗണ്ടന്റ് അങ്ങനെ ഒരുപാട് ഒഴിവുകളുണ്ട്. ഒഴിവുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എത്ര ഒഴിവുകളുണ്ട്, ഏജ് ലിമിറ്റ് എത്രയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, സിലബസ് എന്താണ്, ഇങ്ങനെ എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളൊരു PG കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരോ +2 കഴിഞ്ഞവരോ ആണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ടേക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് കേരള PSC ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ, ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഡുകൾ, അത്തരത്തിലെല്ലാം ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒഴിവ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ആണ്. ലെവൽ 10 ആണ്, പേ ലെവൽ 10 ആണ്. ലെവൽ 10 ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചാണ്. ഓക്കെ, ടോട്ടൽ 8 ഒഴിവുകളാണുള്ളത്. OBC 3 ഒഴിവുകളുണ്ട്, SC 1 ഒഴിവ്. ഓക്കെ, ഈ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 35 ആണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അക്കാഡമിക് ലെവൽ 10 ആണ്, എൻട്രി ലെവൽ. അതിൽ ഏജ് ലിമിറ്റ് 30 ആണ് പറയുന്നത്. ടോട്ടൽ 12 ഒഴിവുകളുണ്ട്. OBC 2 ഒഴിവുകളാണ്, അൺറിസർവ്ഡ് 6 ഒഴിവ്. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ട്രെയിനിങ്. ഓക്കെ, അക്കാഡമിക് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അത് ലെവൽ 10 തന്നെയാണ് പേ സ്കെയിൽ വരുന്നത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ടോട്ടൽ 8 ഒഴിവുകളാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ സ്കിൽ എഡ്യൂക്കേഷൻ, അതും ലെവൽ 10 തന്നെയാണ്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ടോട്ടൽ ഒഴിവുകളുടെ എണ്ണം 7 ആണ്. അക്കൗണ്ട്സ് ഓഫീസർ 35 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 2 ഒഴിവുകളാണുള്ളത്. സൂപ്രണ്ടൻഡൻറ്റ് നമുക്ക് 27 ഒഴിവുകളാണ് വരുന്നത്. ഓക്കെ, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ലെവൽ 6 ആണ്. 9 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ജൂനിയർ അക്കൗണ്ടൻറ്റ് ലെവൽ 2, പേ ലെവൽ 2 16 ഒഴിവുകളുണ്ട്. ഏജ് ലിമിറ്റ് 27 ആണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് പേ ലെവൽ 2 35 ഒഴിവുകളുണ്ട്. ഇത്തരത്തിൽ വലിയ ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ PWD കാറ്റഗറിക്കായിട്ട് നീക്കിവെച്ച ഒഴിവുകളുടെ എണ്ണവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. 2-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ 22-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഈ മാസം 22-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി 4 ദിവസം കൂടിയാണ് ഈ ഒരു പോസ്റ്റിലേക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ലഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്, അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ലേറ്റ് ആയിപ്പോയി, നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ ഒക്കെ തിരക്കിലായതുകൊണ്ടാണ്. ഓക്കെ, ഏജ് റിലാക്സേഷൻ നമുക്ക് ലഭിക്കുന്നത് SC ST 5 വർഷം, OBC 3 വർഷം, PWD 10 വർഷം, PWD OBC 13 വർഷം, PWD SC ST 15 വർഷമാണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എക്സ് സർവീസ്മാൻ അവർക്ക് 5 വർഷം ലഭിക്കുന്നുണ്ട്. വുമൺ കാൻഡിഡേറ്റ്സിന് 10 വർഷം ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. 10 വർഷത്തെ നമ്മൾ എത്രയാണോ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും 10 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ടെന്നുള്ള അവസാന തീയതി 22 ആണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, വുമൺ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി അതിൻ്റെ യോഗ്യതകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏജ് ലിമിറ്റ് 35 വയസ്സ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. 3 രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ടയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ബേസ്ഡ് പ്രിലിമിനറി ആയിട്ടുള്ള പരീക്ഷയാണ്. ടയർ 2 ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും ടയർ 2-ൽ. ടയർ 3 ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ഓക്കെ, എനി ഡിഗ്രിയാണ്, എനി ഡിഗ്രി. അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അക്കാഡമിക് ആൻഡ് ട്രെയിനിങ് സ്കിൽ. ഓക്കെ, എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ PG ആണ്. ഡിസൈറബിൾ, അപ്പോൾ നമുക്ക് കൂടുതൽ യോഗ്യതകൾ ഉണ്ടെങ്കിൽ B.Ed M.Ed ഉള്ളവർക്ക് അപേക്ഷിക്കാം, നെറ്റ് സ്ലെറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, നെറ്റ് ആൻഡ് JRF, ഡോക്ടറേറ്റ്, അതായത് PhD ഉള്ളവർക്കും അതിൻ്റേതായിട്ടുള്ള പരിഗണനകൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. 55% മാർക്കാണ് ഇവിടെ പറയുന്നത്. റിലാക്സേഷൻ്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഏജ് ലിമിറ്റ് 30 ആണ്. ഇവിടെയും റിലാക്സേഷൻ്റെ കാര്യം ഓർത്ത് വെക്കുക. ഇവിടെയും 3 ടയറാണ്. ടയർ 1 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടയർ 2, ടയർ 3 ആ ഒരു രീതിയിലാണ് പരീക്ഷ നടത്തുന്നത്. അക്കൗണ്ട്സ് ഓഫീസർ നമുക്കറിയാം, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള
ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് കൊമേഴ്സ്, അക്കൗണ്ട്സ്, ഫിനാൻസ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി. MBA ഫിനാൻസ് കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതാണ്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഇതിനും 3 ടയർ ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. MCQ ബേസ്ഡ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്, ഇൻ്റർവ്യൂ. ഓക്കെ, അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിൻഡൻ്റ് ആണ്. അപ്പോൾ അതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ പരിജ്ഞാനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിൻഡോസ്, MS ഓഫീസ് ഇത്തരത്തിലുള്ള വേർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 2 ടയറിലാണ് പരീക്ഷ നടക്കുന്നത്. MCQ ബേസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഇതിൽ മറ്റൊരു യോഗ്യത എന്ന് പറയുന്നത് ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട്. ടൈപ്പിംഗ് സ്പീഡ്, ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതും ഇതിൻ്റെ ഒരു യോഗ്യതയാണ്. അടുത്ത ഒഴിവ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള PG ഇന്ത്യയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷിൽ, ഹിന്ദി ഓർ ഇംഗ്ലീഷ്, ഹിന്ദി ഒരു മീഡിയമായി പഠിച്ചിട്ടുള്ള ഒരു PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ഏജ് ലിമിറ്റ് 30 വയസ്സാണ് പറയുന്നത്. 2 ടയർ ആയിട്ടാണ് ഇതും പരീക്ഷ നടക്കുന്നത്. MCQ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ OMRഉം ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് മനസ്സിലാക്കുക. ഇനി ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 12th ക്ലാസ് ആണ് പറയുന്നത്. അവിടെയും നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ടാക്സേഷൻ, ഫിനാൻസ് അത്തരം കാര്യങ്ങൾ പഠിക്കണം. ടൈപ്പിംഗ് സ്പീഡ് പറയുന്നത് ഏജ് ലിമിറ്റ് 27 ആണ്. 2 ടയർ ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ആ കാര്യം ഓർത്ത് വെക്കുക. ജൂനിയർ അസിസ്റ്റൻറ്റ് ഇതേപോലെ തന്നെ 12th പാസ്സാണ്. അവിടെയും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 2 ടയർ ആയിട്ട്, ടയർ 1ൽ MCQ, ടയർ 2ൽ ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ടൈപ്പിംഗ് സ്പീഡ് അവിടെ പറയുന്നുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം അതിൽ നിന്നുള്ളതാണ്. ഇവിടെ നമുക്ക് B.Edന് ലഭിക്കുന്ന മാർക്ക്, B.Ed ആൻഡ് M.Edന് 3 മാർക്ക് ലഭിക്കുന്നുണ്ട്. നെറ്റ് സ്ലെറ്റ് 3 മാർക്ക് ലഭിക്കുന്നുണ്ട്. നെറ്റ് ആൻഡ് JRF 4 മാർക്ക് ലഭിക്കുന്നുണ്ട്. PhD 5 മാർക്ക് ലഭിക്കുന്നുണ്ട്. നെറ്റ് സ്ലെറ്റ് PhD JRF ഒക്കെ ഉണ്ടെങ്കിൽ 6 മാർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ് JRF PhD ഉള്ളവർക്ക് ഇന്റർവ്യൂവിൽ നമുക്ക് 6 മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നെറ്റും സെറ്റും PhD ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 3 പോസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. SC ST PWD എക്സ് സർവീസ്മാൻ വുമൺ കാൻഡിഡേറ്റ്സ് അവർക്ക് ടോട്ടലായിട്ട് എല്ലാ പോസ്റ്റുകൾക്കും അവർക്ക് 250 വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിന് എക്സാം ഫീ 250 മാത്രമേ വരുന്നുള്ളൂ. അൺറിസർവ്ഡ് ആൻഡ് OBC EWSന്റെ ഫീ വരുന്നത് 1750, 1050 ആണ്. അതായത് ഗ്രൂപ്പ് എ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസറിനൊക്കെ 1750 രൂപയാണ് വരുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതായത് വുമൺ കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ, PWD, SC ST ഇവർക്കൊക്കെ തന്നെ പ്രോസസ്സിംഗ് ഫീ മാത്രമേ വരുന്നുള്ളൂ. അപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി OBC, അൺറിസർവ്ഡ്, EWS ഇവർക്കെല്ലാം തന്നെ ആപ്ലിക്കേഷൻ ഫീ 1500, 800 വെച്ച് വരുന്നുണ്ട്. പുറമെ 250 രൂപ എന്ത് വരുന്നുണ്ട്, പ്രോസസ്സിംഗ് ഫീയും വരുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. 1750 ആണ് ഗ്രൂപ്പ് എ, 1050 ആണ് BC പോസ്റ്റുകൾ. ഇനി സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ 1 നമുക്കറിയാം. ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക്, അതായത് ലെവൽ 10, പേ ലെവൽ 10ലേക്ക് 3 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. ടയർ 1ൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. 300 മാർക്കിനുള്ളത്, അതായത് ഒരു ക്വസ്റ്റ്യന് നമുക്ക് 3 മാർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ്സിൽ അതിൽ 20 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ളത്. മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്ങിലൊക്കെ വരുന്നത് 20 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ളത്. അരിത്തമെറ്റിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അതിൽ 20 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ളത്. ജനറൽ ഹിന്ദി കോംപ്രിഹെൻഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ 10 ചോദ്യങ്ങൾ 30 മാർക്കിനുള്ളത്. ജനറൽ ഇംഗ്ലീഷ് അതും റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കില്ല് വരണം, 10 ചോദ്യങ്ങൾ 30 മാർക്കിനുള്ളത്. ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് പ്രൊവിഷൻസിൽ അതിൽ 20 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ള, അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങൾ 300 മാർക്കിനുള്ളതാണ് ടയർ 1ൽ വരുന്ന OMR ബേസ്ഡ്. ഓക്കെ, ടയർ 1ൽ വരുന്ന OMR ബേസ്ഡ് വരുന്നത്. ഇനി ടയർ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അത് OMR ബേസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ റിട്ടൺ എക്സാമിനേഷനും ഉണ്ട്. അത് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവിൽ ടോട്ടൽ 50 ചോദ്യങ്ങൾ 150 മാർക്കുള്ള, അതായത് ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് ലഭിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവിൽ 30 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 5 മാർക്ക്, 150 മാർക്കിനുള്ളത്. ടോട്ടൽ മാർക്ക് 150 ആണ്. അതിൽ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ എക്കണോമി വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്,
ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് 10 ചോദ്യങ്ങൾ ഉണ്ടാവും ഒബ്ജക്റ്റീവിൽ, 4 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവിൽ ഉണ്ടാവും. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ 4 ഡിസ്ക്രിപ്റ്റീവിലും ഒബ്ജക്റ്റീവിലും ഒരേ ചോദ്യമാണ്. ഇന്ത്യൻ എക്കണോമി ഡിസ്ക്രിപ്റ്റീവിലും ഒബ്ജക്റ്റീവിലും ഒരേ ചോദ്യമാണ്. ചോദ്യ നമ്പർ 1 ആണെങ്കിലും 5 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിനും 3 മാർക്ക് ഒബ്ജക്റ്റീവിനുമാണ്. ഇഷ്യൂസ് ആൻഡ് ഡൈനാമിക് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിൽ 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 ചോദ്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നത്. ഓക്കെ, 24 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 300 മാർക്കിനുള്ള ചോദ്യമാണ്. ഇന്റർവ്യൂവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ടയർ 2ലുള്ള ബേസിക് പെർഫോമൻസ് വെച്ചിട്ടാണ് ഇന്റർവ്യൂവിന് ആളെ ക്ഷണിക്കുന്നത്. ഇന്റർവ്യൂവിന് നമ്മൾ നേരത്തെ കണ്ടു, നെറ്റിന് 2 മാർക്ക്, നെറ്റ് സ്ലെറ്റ് ഉണ്ടെങ്കിൽ 4 മാർക്ക്, നെറ്റ് അതേപോലെ തന്നെ സ്ലെറ്റ് അതേപോലെ JRF ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 6 മാർക്ക് അവിടെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ടയർ 1 ടയർ 2 ഇതിൽ അത് തന്നെയാണ് വരുന്നത്. ബിയിൽ പോസ്റ്റ് ബിയിലേക്ക് വരുന്ന സമയത്ത് ടയർ 1ൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ്, 3 മാർക്ക്. ഇനി ടയർ 2ലേക്ക് വരുന്ന സമയത്ത് 110 ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവിൽ 110 മാർക്കിനുള്ളത്. അവിടെ 1 മാർക്കാണ് ലഭിക്കുന്നത്. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. 6 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ളത്. അപ്പോൾ 10 മാർക്കാണ് ഒരു ചോദ്യത്തിന് ലഭിക്കുന്നത്. ഓക്കെ, ഇന്റർവ്യൂവിൽ അവിടെ 30 മാർക്കാണ്. ഈ 30 മാർക്കിൽ നമുക്ക് അതിനുള്ള അഡീഷണൽ ആയിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. ഇനി പോസ്റ്റ് നമ്പർ അക്കൗണ്ട്സ് ഓഫീസറിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ഫസ്റ്റ് വരുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ എല്ലാം ഒരേപോലെ തന്നെയാണ്. ടയർ 2ലേക്ക് വരുന്ന സമയത്താണ് കൊമേഴ്സിൽ 20 ചോദ്യങ്ങൾ 60 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 15 ചോദ്യങ്ങൾ 45 മാർക്ക്, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ 15 ചോദ്യങ്ങൾ 45 മാർക്ക്, അങ്ങനെ എസ്സേ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അത് ഡിസ്ക്രിപ്റ്റീവിലാണ് വരുന്നത്. ടോട്ടൽ 50 ചോദ്യങ്ങൾ 150 മാർക്കിനും 26 ചോദ്യങ്ങൾ 150 മാർക്കിനുമാണ് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നത്. ഇന്റർവ്യൂവിന് 50 മാർക്കാണ്. എല്ലാത്തിനും ടയർ 1 അതായത് ഒബ്ജക്റ്റീവ് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ബേസിക് ആയിട്ടുള്ള നോളജുകൾ വേണം. പിന്നെ ടയർ 2ലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നില്ല. നേരത്തെ പറഞ്ഞു തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിലബസിൻ്റെ കാര്യം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി പോസ്റ്റിൻ്റെ ഒരു എക്സാമിനേഷൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എല്ലാം ഒരു ടയർ 1ലേക്ക് വരുന്ന സമയത്ത് ഗ്രാജുവേഷൻ ലെവലാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ടയർ 1ൽ ഗ്രാജുവേഷനും ടയർ 2ൽ പോസ്റ്റ് ഗ്രാജുവേഷനുമാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ അത് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ബാക്കി അസിസ്റ്റൻറ്റ് പ്രൊഫസർ സ്കിൽഡ് അതും അതേ തന്നെയാണ് വരുന്നത്. അക്കൗണ്ട്സ് ഓഫീസർ ഗ്രാജുവേഷനാണ്. സൂപ്രണ്ടൻറ്റ് സെക്കൻഡറി സീനിയർ സെക്കൻഡറി ഗ്രാജുവേഷനാണ്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. ജൂനിയർ അക്കൗണ്ടൻറ്റ് സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ജൂനിയർ അസിസ്റ്റൻറ്റ് സെക്കൻഡറി, സീനിയർ സെക്കൻഡറി. ഇങ്ങനെയുള്ള രീതിയിലാണ് പരീക്ഷയുടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. നമ്മുടെ പരീക്ഷാ സെൻറ്റർ, കേരളത്തിലെ പരീക്ഷാ സെൻറ്റർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. ഒറ്റ സെൻറ്റർ മാത്രമേ ഉള്ളൂ. സെൻറ്റർ കോഡ് 118 ട്രിവാൻഡ്രം, കേരളത്തിൽ ഒരു സെൻറ്ററാണ് അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, സിറ്റി കോഡ് എന്ന് പറയുന്നത് 118 ആണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. മാർക്കിംഗ് സ്കീം ഇവിടെ 11ൽ പറഞ്ഞിട്ടുണ്ട്. ടയർ 1ൽ നമുക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, ഓരോ തെറ്റുത്തരത്തിനും നമുക്ക് 1 മാർക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ചോദ്യം തെറ്റാക്കിയാൽ നമുക്ക് 1 മാർക്ക് വെച്ച് നഷ്ടപ്പെടും. അതേപോലെ തന്നെ ഒന്നിലധികം ചോദ്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ചോദ്യം എടുക്കില്ല. അതേപോലെ തന്നെ തെറ്റുത്തരത്തിന് മാർക്ക് ലഭിക്കില്ല, എഴുതാത്ത ഉത്തരത്തിന് മാർക്ക് ലഭിക്കില്ല, ഒന്നിലധികം ചോദ്യങ്ങൾ കറപ്പിച്ചാൽ മാർക്ക് ലഭിക്കില്ല. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്ക് വെച്ച് നഷ്ടപ്പെടുകയും ചെയ്യും. ടയർ 1ൽ മാത്രമാണ് നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ കാര്യം ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ള. ഇനി ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ടീച്ചിങ് പോസ്റ്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ അടക്കം അക്കൗണ്ടന്റ് അടക്കം ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള ഒരു നല്ല കേന്ദ്ര സർക്കാർ ഒഴിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരും തന്നെ അപേക്ഷിക്കാതിരിക്കരുത്. എല്ലാവരും തന്നെ അപേക്ഷ അയക്കുക. 22-ാം തീയതി 22/12/2025 അവസാന തീയതി. അപ്പോൾ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഇൻഫർമേഷൻസും നമ്മൾ ഇനി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ അറിയാനായിട്ട് നമ്മൾ ഓൾറെഡി അങ്ങനെ ചെയ്തു വരുന്നതാണ്. അങ്ങനെ അറിയാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.